ഹബീബ്, ഇന്നത്തെ നമ്മുടെ യാത്ര കാലിക്കറ്റ് വരെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്നത് പുതിയ NH-66 വഴിയാണ് നമ്മൾ പോകുന്നത്. അതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. നമുക്ക് സർവീസ് റൂട്ടിൽ കൂടെ ഒക്കെ കയറി ഇറങ്ങി പോകേണ്ടി വരും. എന്നിരുന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മൾ ചാവക്കാട് നിന്ന് പൊന്നാനി റൂട്ടിലേക്ക് തിരിഞ്ഞ് ദേശീയപാത ലക്ഷ്യം വെച്ചിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഈ റോഡ് കടന്നു പോകുന്നത് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തു കൂടെയാണ് കേട്ടോ. മഹാരാഷ്ട്രയിലെ പനവേൽ മുതൽ തമിഴ്നാട്ടിലെ കന്യാകുമാരി വരെ വരുന്ന ഈ റോഡിൻ്റെ നീളം ഏകദേശം 1600 ചില്ലാൻ കിലോമീറ്ററാണ്. അതിൽ നമ്മുടെ കേരളത്തിലൂടെ കടന്നു പോകുന്നത് 644 കിലോമീറ്ററാണ് ഏകദേശം കടന്നു പോകുന്നത്. ഈ 6 വരിയായിട്ട് വരുന്ന ദേശീയപാത കന്യാകുമാരിയിൽ നിന്ന് കേരളത്തിൽ പാറശാല, തിരുവനന്തപുരം വഴി നേരെ കാസർഗോഡ്, മഞ്ചേശ്വരം, കർണാടക അങ്ങനെയാണ് കേട്ടോ ഇത് കടന്നു പോകുന്നത്. അങ്ങനെ താണ്ട് നമ്മൾ NH-66 പ്രവേശിക്കാൻ പോവുകയാണ് കേട്ടോ. അമ്പോ, ഒരു രക്ഷയില്ല കേട്ടോ. നല്ല അടിപൊളി റോഡാണ് വരുന്നത്. ഇത് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫുൾ വർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവം അടിപൊളിയായിരിക്കും. നമുക്ക് കാസർഗോഡ് ടു തിരുവനന്തപുരം 14 മണിക്കൂർ വന്നിരുന്നത് ഇനി ഏകദേശം 9 മണിക്കൂറായിട്ട് കുറയുന്നതാണ് കേട്ടോ ഇവർ പറയുന്നത്. അപ്പോൾ ഹബീബി, റോഡൊക്കെ നല്ല അടിപൊളിയാണ്. നമ്മളെല്ലാവരും നിയമം പറയുന്ന രീതിയിൽ നിയമാനുസൃതമായിട്ട് വണ്ടി ഓടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ട്രാവൽ എക്സ്പീരിയൻസ് ആസ്വദിക്കാം. ഓക്കെ, പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.